നമസ്കാരം. ഉമാ തോമസ് എം.എൽ.എയുടെ വീഴ്ച അത് ഈ നാട്ടിൽ നടക്കുന്ന ഒരു തട്ടിപ്പിന് വഴി തുറക്കാൻ വേണ്ടിയായിരുന്ന വീഴ്ചയാണോ എന്ന് സംശയമുണ്ടാവുകയാണ്. കാര്യം എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന മൃദംഗനാദം എന്ന സംഘടന സംഘടിപ്പിച്ച ഒരു ഗിന്നസ് റെക്കോർഡ് ഉണ്ടാക്കുന്ന ഭരതനാട്യം പരിപാടി സിനിമ ആർട്ടിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് വലിയ പ്രചാരം കൊടുക്കുന്നു. മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരം കൊടുക്കുന്നു. ഈ നാട്ടിലെ രക്ഷിതാക്കൾ അവരുടെ മക്കൾക്ക് കലയിൽ നൽകുന്ന പ്രോത്സാഹനം അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വിദഗ്ധമായിട്ട് അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി നടത്തിയ പരിപാടിയാണോ കല്ലൂരിലെ ഗിന്നസ് റെക്കോർഡ് പരിപാടി എന്ന സംശയം ബലപ്പെടുകയാണ്. കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ VIP ഗാലറി വഴി കടന്നു വന്ന ഉമാ തോമസ് ഒരു കസേരയിൽ ഇരുന്നതിന് ശേഷം ഒന്ന് എണീറ്റപ്പോഴാണ് കാൽ വഴുതി താഴേക്ക് വീഴുന്നത്. അതായത് ഈ സ്റ്റേജ് സാധാരണഗതിയിൽ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ കാണിച്ചത് കണ്ടായിരിക്കും. അതായത് സ്റ്റേഡിയത്തിന്റെ ഗാലറി എന്ന് പറഞ്ഞാൽ അറിയാലോ, സാധാരണഗതിയിൽ അവിടെ ഇരിപ്പിടങ്ങളുണ്ട്. ആ ഇരിപ്പിടത്തിൽ നിന്ന് ഒരു ഏകദേശം 4 അടിയോളം അല്ലെങ്കിൽ 8 അടിയോളം ഉയരത്തിൽ കെട്ടുകയാണ്. അപ്പൊ തന്നെ ഈ സ്റ്റേജിനൊരു അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാകുകയാണ്. ആ ഹൈറ്റിൽ നിന്ന് താഴേക്ക് പതിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഗുരുതരമായ പരിക്കേൽക്കാൻ അവസരമുണ്ട്. അങ്ങനെ നിർമ്മിച്ചൊരു വേദിയിലാണ് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ബാരിക്കേഡ് പോലും നിർമ്മിച്ചിട്ടില്ല എന്ന ആരോപണങ്ങൾ ശക്തമാകുന്നത്. കാര്യം സ്വാഭാവികമായിട്ട് ഉയരേണ്ടതാണ്. കാര്യം പ്രായമായവർ നടന്നു വരുന്നതാണ്, കാലുകൾക്ക് പ്രശ്നമുണ്ടാകുന്നവർ ഉണ്ടായിരിക്കാം. അങ്ങനെ അതിഥികൾ കടന്നു വരുന്ന ഒരു വേദിയിൽ സ്വാഭാവികമായിട്ടും വ്യക്തികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. അത് ഈ കമ്പനി നിർവഹിച്ചിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അവിടെയല്ല പ്രശ്നം. പ്രശ്നം ഇപ്പോൾ ഒരു രക്ഷിതാവൊക്കെ തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ചില സംശയങ്ങൾ ബലപ്പെടുന്നത്. അതായത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പ്രചരിപ്പിച്ചൊരു രീതിയാണ്. അതായത് ഈ മൃദംഗനാഥം എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവർ വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. വളരെ വിദഗ്ധമായിട്ടൊരു പരിപാടി ആസൂത്രണം ചെയ്യാണ്. കാര്യം ഈ കാശുണ്ടാക്കാൻ പുതിയ പുതിയ ആശയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നൃത്തത്തിൽ ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ആ സംഘടനയ്ക്ക് അത് നേടിയെടുക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണ്. പക്ഷേ ഇത് ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇവർ പ്രചരിപ്പിച്ച രീതി എന്ന് പറയുന്നത്, അതായത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. തമിഴ്നാടിനാണ് നിലവിൽ ഈ ഭരതനാട്യത്തിൽ 10,700 പേരെ ഒരേ സമയം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഭരതനാട്യം എന്ന ഒരു പരിപാടി, അതിന്റെ ഗിന്നസ് റെക്കോർഡ് മറികടക്കാൻ 12,000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിന് ആ ഗിന്നസ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കാൻ വേണ്ടി കേരളം നടത്തുന്ന പരിപാടി എന്നുള്ള നിലയ്ക്കാണ് ഇതിന് പ്രചരണം കൊടുത്തത്. ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ കുട്ടികൾ കണ്ട് വീട്ടിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. കാര്യം കേരളത്തിന്റെ ഒരു വലിയ ഇവന്റ് ആണ്. ദിവ്യ ഉണ്ണിയെ തന്നെ അതിന്റെ ഒരു പ്രമുഖ മുഖമായി കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് പലതരത്തിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അതായത് സിനിമാ മേഖലയിലുള്ള സിനി ആർട്ടിസ്റ്റുകളായിട്ടുള്ള പലരെയും കൊണ്ടുവരുന്നുണ്ട്. അത് ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന, ഉത്തര ഉണ്ണി, വിദ്യ ഉണ്ണി, ഋതുമന്ത്ര, പാരീസ് ലക്ഷ്മി തുടങ്ങിയവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് കൂടാതെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി വരികൾ ചിട്ടപ്പെടുത്തിയത്. അതിന് ദീപാങ്കുരൻ സംഗീതം നൽകി. പിന്നണി ഗായകനായ അനൂപ് ശങ്കറാണ് ഇതിനു വേണ്ടി ഗാനം ആലപിച്ചത്. അങ്ങനെ അവർ ഈ പണം പിരിക്കുന്നതിന് വിദഗ്ധമായിട്ട് ആൾക്കാർക്കിടയിൽ, ഈ സിനിമാ മേഖലയിലുള്ളവരാകുമ്പോൾ സ്വാഭാവികമായിട്ടും നൃത്ത മേഖലയിലുള്ളവർക്ക് ഒരു വല്ലാത്ത ആരാധന ഉണ്ടാകും. അത് കൃത്യമായി അല്ലെങ്കിൽ വിദഗ്ധമായിട്ട് ആ ഒരു കാര്യം നടപ്പാക്കിക്കൊണ്ടാണ് ആൾക്കാർക്കിടയിലേക്ക് ഇതിനൊരു വിശ്വാസ്യത കൈവരിച്ചത്. അതിനുശേഷം ഒരു കുട്ടിയിൽ നിന്ന്, ഏകദേശം 12,000-ഓളം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഒരു കുട്ടിയിൽ നിന്ന് 2,000-ൽ തുടങ്ങി 5,000 രൂപ വരെ പിരിച്ചെടുത്തിരിക്കുകയാണ്. അതിൽ ഒരു കാര്യമുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും പല കുട്ടികൾ പങ്കെടുത്തു എന്ന ചില മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് UK-യിൽ നിന്നും കാനഡയിൽ നിന്നും നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന്, അതായത് സൗദിയ, UAE തുടങ്ങിയ ഇടങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് ഇനിയും വ്യത്യാസമുണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ ഓരോ കുട്ടിയിൽ നിന്ന് 2,000 രൂപ മുതൽ 5,000 രൂപയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. 4 കോടിയിൽ പരം രൂപ വളരെ സിമ്പിൾ ആയിട്ട് പിരിച്ചെടുത്തിരിക്കുകയാണ്. ഇതും പോരാഞ്ഞിട്ട് ഈ പരിപാടി കാണാനായിട്ട് വന്ന രക്ഷിതാക്കൾക്ക് ഒരാൾക്ക് 290 രൂപയുടെ പാസ് എടുത്താൽ മാത്രമേ പരിപാടി കാണാൻ പറ്റുള്ളൂ. അത് അങ്ങനെയും ഈ 12,000-ഓളമുള്ള കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്ന് 290 രൂപ വെച്ച് പിരിച്ചെടുക്കുമ്പോൾ വേറെയും തുകയായി. ഇങ്ങനെ അടിമുടി ഉടായ്പായിട്ടുള്ള ഒരു പരിപാടി, ഇത്തരം ഒരു വലിയ ഇവന്റ് സാധാരണഗതിയിൽ സംഘടിപ്പിക്കുമ്പോൾ അവർ മന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട്, MLA-മാരെ ക്ഷണിച്ചിട്ടുണ്ട്, MP-മാരെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. കാര്യം ഒരു ദിവ്യ ഉണ്ണിയെ പോലെ ഒരു ചലച്ചിത്ര താരം പങ്കെടുക്കുന്ന ഒരു പരിപാടിയും ഒരു മെഗാ ഗിന്നസ് ഇവന്റും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും സംശയിക്കുന്നില്ല. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ ഗതാഗത ക്രമീകരണങ്ങൾ പോലും ഏർപ്പെടുത്തിയിരുന്നില്ല, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ പോലും നോക്കിയിരുന്നില്ല. ഒരു തട്ടിക്കൂട്ട് സ്റ്റേജും ഉണ്ടാക്കി
ഈ ഒരു അപകടം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഇതിന്റെ പുറകിൽ ഒരു സാമ്പത്തിക പിരിവ് നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ തട്ടിപ്പുകളെ എത്ര വിദഗ്ധമായിട്ടാണ് മക്കളുടെ നന്മയെ കരുതി, മക്കളുടെ ഭാവിയെ കരുതിയൊക്കെ അവരെ കലയും സംഗീതവും ഒക്കെ അഭ്യസിപ്പിക്കുമ്പോൾ അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തുകയും കേരളവും തമിഴ്നാടും തമ്മിലുള്ള അഭിമാന പോരാട്ടം എന്നുള്ള നിലയ്ക്ക് ഈ പരിപാടി മൃദംഗനാഥം എന്ന ഒരു സംഘടന സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചതിന് സോഷ്യൽ മീഡിയയിലൂടെ വിദഗ്ധമായിട്ട് അവർ വലിയ പ്രചരണം കൊടുത്തു. അതിനുവേണ്ടി ഇതിൽ ആർട്ടിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേരത്തെ തന്നെ പ്രൊമോഷൻ വീഡിയോ ചെയ്ത് ആൾക്കാരുടെ ഇടയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ച് അവർക്ക് കുറച്ചു പേർക്ക് കുറച്ച് തുക, അതായത് ലക്ഷങ്ങൾ മാത്രം കൊടുത്ത് ഈ മനോരമ ഉൾപ്പെടെയുള്ള പല ചാനലുകൾക്കും പത്രങ്ങൾക്കും അങ്ങോട്ടേക്ക് കാശ് കൊടുത്ത് ഈ വാർത്ത പ്രസിദ്ധീകരിപ്പിച്ച് ഇതിന് വലിയ പ്രചാരമുണ്ടാക്കി. ഈ പ്രചാരം എല്ലാം കൂടി അവർ 1 കോടി രൂപ ചെലവാക്കിയാലും അല്ലെങ്കിൽ 1.5 കോടി ചെലവാക്കിയാലും 3 കോടിയിൽ പരം രൂപയാണ് ഒറ്റ ഇവന്റിലൂടെ ഇവർ നേടിയെടുത്തത്. അതിപ്പോ 3 കോടി വേണ്ട, 2 കോടിയാക്കി നമുക്ക് എടുക്കാം. കാര്യം ഈ സ്റ്റേഡിയത്തിന്റെ വാടക ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ചിട്ട് അതെല്ലാം കൂടി കിഴിച്ചതിന് ശേഷം 2-2.5 കോടി രൂപ ചുളുവിന് ഒറ്റ പരിപാടിയിലൂടെ സിമ്പിളായിട്ട് അവർ തട്ടിയെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു പരിപാടിയാണ് ഉമാ തോമസ് MLA ഒറ്റ വീഴ്ച കൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു പരിപാടിക്ക് കല്യാൺ സിൽക്സുമായി ചേർന്നുകൊണ്ട് അവർ ഒരേ ഡ്രസ് കോഡാണ് ഏർപ്പെടുത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും കല്യാൺ സിൽക്സുമായിട്ട് ഇത്രയും വലിയൊരു ഡ്രസ് കച്ചവടം നടക്കുമ്പോൾ അതിന്റെ കമ്മീഷൻ വരാതിരിക്കുമോ? അതും വരുന്നുണ്ടായിരിക്കും. അങ്ങനെ അടിമുടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകളുണ്ട്. വലിയ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മൃദംഗനാഥം എന്ന് പറയുന്ന സംഘടന എന്തിനിങ്ങനെ ഒരു ഇവന്റ് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താതെ സംഘടിപ്പിച്ചു എന്നറിയേണ്ടതുണ്ട്. അവർ ഇതിലൂടെ എത്ര കോടി രൂപ പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്തു. കലാസ്വാദകർ അല്ലെങ്കിൽ കലയോട് താല്പര്യമുള്ളവർ അതിനോടുള്ള ആത്മാർത്ഥതയെ ചൂഷണം ചെയ്ത് എന്തിന് ഇത്രയും കോടികൾ തട്ടിയെടുക്കാൻ തയ്യാറായി എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാര്യം ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത്തരം മക്കളുടെ കലാപരമായിട്ടുള്ള ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ചെന്ന് അബദ്ധത്തിൽ പെടാതെ, ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ ഇത്തരം പരിപാടികൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതെല്ലാം നിയമപരമായിട്ട് നടത്തേണ്ടത് എല്ലാവരുടെയും സുരക്ഷയെ മുൻനിർത്തി വേണം നടത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട സകലമാന ഇടപാടുകളും സകലമാന കാര്യങ്ങളും വിദഗ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വിശദമായ ഒരു അന്വേഷണം നടത്തി അതിന്റെ നെല്ലും പതിരും നാട്ടുകാർക്ക് മുന്നിൽ തെളിയിക്കേണ്ടത് ഇപ്പോൾ ഒരു അത്യന്താപേക്ഷിതമായിട്ടുണ്ട്. കാര്യം ഒരു MLA തന്നെ അപകടത്തിൽപ്പെട്ട് ഈ അവസ്ഥയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള നിജസ്ഥിതി നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം തന്നെ വേണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ്.